പശ്ചിമേഷ്യയെ മാസങ്ങളായി പിടിച്ചു കുലുക്കുന്ന US-ഇറാൻ സൈനിക സംഘർഷങ്ങളിൽ നിർണായക വഴിത്തിരിവ്. ഇറാനുമായുള്ള യുദ്ധം അതിവേഗം അവസാനിക്കുമെന്ന ശുഭപ്രതീക്ഷ പങ്കുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി പുതിയൊരു നയതന്ത്ര കരാറിൽ ഏർപ്പെടാൻ ഇറാൻ ഭരണകൂടം വലിയ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വാർത്താ സമ്മേളനത്തിലാണ് അന്താരാഷ്ട്ര വിപണിയെയും ആഗോള എണ്ണ വ്യാപാരത്തെയും വൻതോതിൽ സ്വാധീനിക്കുന്ന ഈ നിർണായക വെളിപ്പെടുത്തൽ ട്രംപ് നടത്തിയത്. യുദ്ധഭീതിയെ തുടർന്ന് ആഗോള വിപണിയിലുണ്ടായ ഇന്ധനവില വർധനവിന് വരും ദിവസങ്ങളിൽ ആശ്വാസമുണ്ടാകുമെന്നും ട്രംപ് പ്രവചിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില വലിയ രീതിയിൽ ഉയർന്നിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ വിപണി ശാന്തമാകുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഈ യുദ്ധത്തിൽ അമേരിക്ക പൂർണ്ണ വിജയം നേടുമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും ഇറാനിൽ നിന്നുള്ള പുതിയ സമാധാന നിർദ്ദേശങ്ങൾ US സംഘം പരിശോധിക്കുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന സൂചന. സംഘർഷത്തിൽ അമേരിക്ക വിജയിക്കുമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും സ്വന്തം നാട്ടിൽ ട്രംപിന്റെ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പാർലമെന്റിന്റെ ഉപരിസഭയായ US സെനറ്റ്. സെനറ്റിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള പ്രസിഡന്റിന്റെ വിവേചനാധികാരം പരിമിതപ്പെടുത്തുന്ന ചരിത്രപരമായ പ്രമേയം സെനറ്റ് പാസാക്കിയതായി CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ദീർഘനാളത്തെ തർക്കങ്ങൾക്കൊടുവിൽ 47 വോട്ടുകൾക്കെതിരെ 50 വോട്ടുകൾ നേടിയാണ് സെനറ്റിൽ ഈ നിർണായക പ്രമേയം പാസായത്. ട്രംപിന്റെ തന്നിഷ്ടപ്രകാരമുള്ള സൈനിക തീരുമാനങ്ങൾക്കും യുദ്ധപ്രഖ്യാപനങ്ങൾക്കും ഭരണഘടനാപരമായ വലിയൊരു തിരിച്ചടിയായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ നിന്ന് തന്നെ ഇത്തരമൊരു നീക്കമുണ്ടായത് ട്രംപിന് രാഷ്ട്രീയമായും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് WTI വിലകൾ നേരിയ തോതിൽ താഴേക്കിറങ്ങിയത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നു. എങ്കിലും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ ആശങ്കകൾ പൂർണ്ണമായി വിട്ടൊഴിയാത്തതിനാൽ വിപണി ഇപ്പോഴും ജാഗ്രതയിലാണ്. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഏതു രീതിയിൽ മുന്നോട്ടു പോകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി.